ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണക്കാർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറൊക്കെ ഇപ്പോൾ ഏത് ഷോപ്പിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ, നമ്മളൊക്കെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ കോൺഫ്ലവർ ഞാൻ എടുത്തേക്കുന്നത് 4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1/4 ഗ്ലാസോളം പാലും കൂടെ ചേർത്ത് കൊടുത്ത് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലവർ കട്ടിയായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ, പക്ഷേ മിക്സായി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ടിയില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 3 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡറും ഈ പറയുന്ന പോലെ തന്നെ കോൺഫ്ലവർ കിട്ടുന്നിടത്ത് തന്നെ നമുക്ക് കൊക്കോ പൗഡർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലോട്ടും 1/4 ഗ്ലാസോളം പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ടിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലോട്ട് നമുക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തപ്പോൾ കുറച്ച് കുറവായി പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ 1/2 ലിറ്റർ പാല് തന്നെ പാനിലോട്ട് എടുക്കണം, അതൊന്ന് ശ്രദ്ധിക്കുക. 1/2 ഗ്ലാസോളം പാല് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടും എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ, നമ്മളിതിലോട്ട് ഇനി കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/2 സ്പൂണോളം വാനില എസൻസും കൂടെയും ചേർത്ത് കൊടുക്കണം. വാനില എസൻസും ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാല് തിളച്ചതിന് ശേഷം 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ഈ പാല് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് ആദ്യം തന്നെ ചേർക്കേണ്ടത് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി നമ്മൾ എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതിലോട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇളക്കാതിരിക്കരുത്, കാരണം അടിയിൽ പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു പുഡിങ് ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം, നന്നായിട്ട് തിക്കാവുന്ന വരെ നമ്മളിത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തത് കുറച്ച് കുറഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തിക്കായിപ്പോയി നമ്മൾ പുഡിങ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇത് എന്താ പറയുക, നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് പാല് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് പാല് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല, പിന്നെ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിച്ചൊന്നും കൊടുത്തില്ല. ആ ഒരു മിക്സ് കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കാവുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട പിടിച്ച മാതിരിയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് അവസാനമാകുമ്പോൾ അതേ കണ്ടല്ലോ, ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തിക്കായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കാൻ പറ്റുക. അപ്പോൾ നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, പെട്ടെന്ന് അടിക്ക് പിടിക്കും, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഞാനിവിടെ ചെയ്ത് വന്നപ്പോഴേക്കും, നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് തണുത്ത് പോയായിരുന്നു, അതുകൊണ്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അന്നേരം നമ്മൾ ചൂടോടുകൂടി തന്നെ തയ്യാറാക്കുന്ന മോൾഡിലോട്ട് മാറ്റാം. ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് മാറ്റാം. ഞാനിവിടെ ചെറിയ പാത്രത്തിലാണ് കേട്ടോ ചെയ്തത്, കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിലാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ സ്പൂൺ വെച്ചിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. തണുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ ഇത് നമുക്ക് ഷേപ്പാക്കി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ്, ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് എന്താ പറയുക, ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
ബിസ്ക്കറ്റ് ചേർക്കുമ്പോഴും ചൂടോടുകൂടി തന്നെ ചേർത്താലാണ് നമുക്കതൊരു ലെയറായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ പക്ഷേ ബിസ്ക്കറ്റ് ചേർത്തപ്പോഴേക്ക് ഇത് ഭയങ്കരമായിട്ട് തണുത്ത് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് ലെയറായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. താഴെയാണ് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിക്കൊണ്ട് നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അല്ല ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാക്സിമം പോയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ ബിസ്ക്കറ്റ് ഞാൻ തണുത്തതിന് ശേഷം സെറ്റ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്കത് സെറ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു പുഡിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് തീർച്ചയായിട്ടും ക്രഷ് ചെയ്ത് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് സിമ്പിളാണ്. കാരണം കോൺഫ്ലവറും കൊക്കോ പൗഡറും വാനില എസൻസും പാലും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള പുഡിംഗ് റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ ബൈ. താങ്ക് യു.